നിങ്ങളെല്ലാവരും സന്തോഷത്തോടായിരിക്കുമെന്ന് ഞാൻ കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തട്ടെ. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആഴ്ചയിൽ സന്ദേശത്തിനായി എനിക്ക് നൽകി തന്നിരിക്കുന്നു. അതിൽ നിന്നും ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ആഴ്ചയിലെ സന്ദേശം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദൈവജന പഠനമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് ദീർഘമായ ഒരു വീഡിയോ അല്ല ഇത്. ലഘുവായ ചില കാര്യങ്ങൾ നിങ്ങളോട് അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭകൾക്ക്, ഒരു സഭയ്ക്കല്ല, ഗലാത്യ സഭകൾക്ക് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിൽ തൻ്റെ ഹൃദയം തുറന്നു കാണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. താൻ എങ്ങനെയായിരുന്നു നിങ്ങളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് എന്നുള്ളത് താൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അറിയാത്തവർക്കായി ഞാൻ പറയുന്നു, ഗലാത്യ സഭകൾക്ക് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവമക്കളായിരുന്ന, വിശ്വാസികളായിരുന്ന, ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഈ ഗലാത്യ സഭകൾക്ക് സംഭവിച്ചത്, പെട്ടെന്ന് അവർ ഈ സുവിശേഷത്തെ വിട്ട്, യേശുക്രിസ്തുവിനെ വിട്ട് പിന്മാറിപ്പോകുവാനായിട്ടിടയായിത്തീർന്നു. 3-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെ? 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഇപ്പോൾ പിന്നെയും പറയും, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിരോധമായി വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നിങ്ങൾ ഇത്രയും വേഗത്തിൽ ഈ സുവിശേഷത്തെ വിട്ടുപോയതെന്ത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പൗലോസ് പറയുമ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. അവർ ഈ സുവിശേഷത്തിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും, ക്രിസ്തുവിൽ നിന്നും വ്യതിചലിക്കുവാനാണ് ഇടയായിത്തീർന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുവാനായിട്ടിടയായിത്തീർന്നത്. വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വരട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെ ഹൃദയത്തെ തുറക്കുകയാണ്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോൾ. എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും ആഴമായി പഠിക്കുവാൻ ഇടയായിത്തീർന്ന ഒരു വാചകമാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ഉരുവാക്കുക എന്നുള്ളതൊരു തമിഴ് വാക്കാണ്. ആ വാക്കിന് ഫോം എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യേശുവിനെ നൽകി കൊടുക്കുക, യേശുവിനെ വരച്ചു കൊടുക്കുക, യേശു ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ഗലാത്യ സഭയ്ക്ക് വീണ്ടും ജനനത്തിൻ്റെ ഒരു അനുഭവത്തിലേക്കല്ല, പ്രത്യുത നിങ്ങൾ മടങ്ങി വരണം എന്നുള്ളത്. ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം. നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയതാരെ? നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ വരച്ച് തന്നതാണ് ഞാൻ. വരച്ച് കാണിച്ച് ഞാൻ നിങ്ങളെ യേശു ക്രിസ്തുവിലേക്ക് നയിച്ചതാണ്. പക്ഷേ ചില പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ, ചില ഉപദേശ പിശകുകൾ കടന്നു വന്നപ്പോൾ നിങ്ങൾ യേശുവിനെ ഇത്രയും വേഗത്തിൽ വിട്ടുപോകുവാൻ കാരണമെന്ത്? അപ്പോൾ പൗലോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, ഗലാത്യ വിശ്വാസികളെ, നിങ്ങളിൽ വീണ്ടും ക്രിസ്തു ഉരുവാകണം. നിങ്ങൾ വീണ്ടും ക്രിസ്തുവിലേക്ക് മടങ്ങി വരണം.
ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം, ഫോം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ തൻ്റെ ഹൃദയത്തെ തുറന്നു കാണിക്കുകയാണ് പൗലോസ്. വാസ്തവത്തിൽ ഒരു ഇടയൻ്റെ, ഒരു സുവിശേഷകൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ ഉരുവാക്കുക. ആരിൽ? അവരിൽ, ജനങ്ങളിൽ, മനുഷ്യരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ ഉരുവാക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്നത്. പൗലോസിൻ്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ആശ്ചര്യവും ആഴവുമേറിയതാണ്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം. ചുമ്മാ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു പോകുകയല്ല, ക്രിസ്തുവിനെ വരച്ചു കാണിക്കുകയാണ്. ക്രിസ്തു നിങ്ങളിൽ ഉരുവായി, ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയണം, ഫോമാകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിശാചാണ് അവൻ ആരെ വിഴുങ്ങണം എന്ന് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരെ വിഴുങ്ങണമെന്ന് നോക്കിക്കൊണ്ട് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രിസ്തു നിങ്ങളിൽ ഉരുവായി. ഹല്ലേലൂയ. ഇതൊരു പൗലോസിൻ്റെ ഒരു ഭാഷയുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു യേശുവിൽ ഞാൻ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചു. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഹല്ലേലൂയ. ഞാനാണ് സുവിശേഷത്താൽ നിങ്ങളെ ജനിപ്പിക്കുവാനായിട്ടിടയായി തീർന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ വാക്കുകൾ ശ്രദ്ധിച്ചാട്ടെ. സുവിശേഷത്താൽ ജനിപ്പിക്കുക, യേശുക്രിസ്തുവിനെ ഉരുവാക്കുക, നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തുവിനെ ഉരുവാക്കുക. ഇത് സാധാരണമായ ഒരു കാര്യമല്ല, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതിൻ്റെ പിൻപിൽ വളരെയധികം പ്രവർത്തനവും പ്രാർത്ഥനയും, ഹല്ലേലൂയ, വളരെയധികം വേദനയും അതിൻ്റെ പിൻപിലുണ്ട്. സ്തോത്രം. നമുക്ക് ചുറ്റും നടക്കുന്ന കൺവെൻഷനുകൾ, സുവിശേഷ യോഗങ്ങളെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപകൾ നാം ചെലവാക്കുമ്പോൾ അതിൽ എത്ര പേരുടെ ഹൃദയത്തിൽ യേശു ജനിക്കുന്നുണ്ട്? എത്ര പേരുടെ ഹൃദയത്തിൽ യേശു ഉരുവാകുന്നുണ്ട്? ഹല്ലേലൂയ. ഓരോ സംഘടനകളും ഓരോ സഭയും വാശിയോടെ സുവിശേഷ യോഗങ്ങൾ നടത്തുമ്പോൾ, പണം ചെലവാക്കുമ്പോൾ എത്ര ആളുകൾ അതിൽ പ്രൈസ് ദി ലോർഡ് രക്ഷിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ യേശു ഉരുവാകുന്നുണ്ട്. വാസ്തവത്തിൽ ഇതല്ല നമുക്ക് വേണ്ടിയത്. ഏത്? യേശുവിനെ ഒരുവൻ്റെ ഹൃദയത്തിൽ ഉരുവാക്കുക. അത് പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തി കൊണ്ട്. അതിൻ്റെ പിൻപിൽ വളരെയധികം പ്രവൃത്തിയുണ്ട്, വേദനയുണ്ട് എന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തു യേശുവിൽ നിങ്ങളെ ഞാനല്ലോ സുവിശേഷത്താൽ ജനിപ്പിച്ചതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു പൈതൽ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്? അതേ പ്രക്രിയയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ഉരുവാക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. യേശുവിനെ പോലെ ആക്കുക, യേശുവിൽ നിലനിൽക്കുവാനായിട്ട് യേശു അവൻ്റെ ഹൃദയത്തിൽ ഉരുവാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു സുവിശേഷകൻ്റെ, ഒരു ഇടയൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. സ്തോത്രം. പ്രിയമുള്ളവരെ, അവനെ പണക്കാരനായി വിടുന്നതോ വലിയ പഠിപ്പിലേക്കോ അറിവിലേക്കോ തള്ളിവിടുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ അവരിൽ ഉരുവാക്കുക. ഓരോ വിശ്വാസിയും, അല്ലെങ്കിൽ ഓരോ ദൈവ പൈതലും, അല്ലെങ്കിൽ ഓരോ മനുഷ്യനും, ഓരോ ആത്മാവിലും യേശുക്രിസ്തു ഉരുവാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സമയം, ഈ ആയുസ്, ഹല്ലേലൂയ, അങ്ങനെ അതിനുവേണ്ടി ചെലവാക്കുവാൻ നാം തയ്യാറായി മുന്നോട്ട് വരിക. യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിൽ ഉരുവാക്കുവാൻ പ്രൈസ് ദി ലോർഡ് നമുക്കിടയായി തീരട്ടെ. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിൽ ഉരുവാക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണമായ കാര്യമല്ല. പൗലോസ് പറയുന്നുണ്ട്, അതിനുവേണ്ടി പ്രൈസ് ദി ലോർഡ് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. ഞാൻ പിന്നെയും
ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളിൽ യേശുക്രിസ്തു വന്നതാണ്. യേശുക്രിസ്തു നിങ്ങളിൽ നിലച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ യേശുക്രിസ്തുവിൽ നിന്നു. പക്ഷേ നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിനെ വിട്ടുപോയി. പിന്നെയും ഞാൻ വേദനപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു ക്രിസ്തു അനുയായി, ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ, അവരിൽ ക്രിസ്തു ഉരുവാകണം. ക്രിസ്തുവിൽ അവർ നിലച്ചു നിൽക്കണം. ക്രിസ്തു അവരിലും അവർ ക്രിസ്തുവിലും വളരണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ ഈ പാത അല്ലെങ്കിൽ പാതയിലൂടെ മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. യേശു നമ്മളിൽ ഉരുവാകട്ടെ, ക്രിസ്തു നമ്മളിൽ ഉരുവാകട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ ഉരുവാക്കുവാൻ നാം മുന്നോട്ട് വരാം. അതിനുവേണ്ടി വേദനപ്പെടണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഒരുവനിൽ ക്രിസ്തുവിനെ ഉരുവാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ, സുവിശേഷത്താൽ ജനിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പിൻപിൽ വളരെ വേദനയുണ്ടെന്ന് പൗലോസ് പറയുകയാണ്. വളരെ വേദനയോടെയാണ് നാം ഈ കാര്യം പറയുന്നത്. ഒരു സ്ത്രീ പ്രസവവേദന അനുഭവിക്കുന്ന അതേ അനുഭവത്തോടെയാണ് ഞാൻ നിങ്ങളിൽ ക്രിസ്തുവിനെ ഉരുവാക്കിയത്. ഹല്ലേലൂയ. ഞാൻ പിന്നെയും വേദനപ്പെടുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണമെന്നുള്ളത്. അപ്പോൾ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു ഉരുവാകണം. യേശുക്രിസ്തു ഉരുവായെങ്കിൽ മാത്രമാണ് ആ യേശുവിനെ പിൻപറ്റുവാനായിട്ട് ഇടയായിത്തീരുകയുള്ളൂ. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങൾ എന്നിൽ നിലനിൽപ്പീൻ, ഞാൻ നിങ്ങളിലും നിലനിൽക്കും. നിങ്ങൾ എന്നിൽ വളരുവീൻ. ഹല്ലേലൂയ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. യേശുക്രിസ്തുവിനെ മറ്റുള്ളവരിൽ ഉരുവാക്കുക. ആ വാക്ക് വളരെ ആഴമുള്ളതാണ്. ക്രിസ്തുവിനെ നിങ്ങളിൽ ഉരുവാക്കുവോളം, സ്തോത്രം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു. അപ്പോൾ ഒരു സുവിശേഷകൻ്റെ, ഒരു ഇടയൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കടമ ക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിൽ ഉരുവാക്കുക. ഹല്ലേലൂയ. എത്രയോ അതിനുവേണ്ടി വേദനപ്പെടണം. ഒരു വലിയ വേദനയുണ്ട്. ഒരുവൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു ജനിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ വേദനയുണ്ട്. ആ വേദനയാണ് പൗലോസ് പറയുന്നത്. എൻ്റെ ഹൃദയത്തെ തുറന്ന് കാണിക്കുകയാണ്. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള വിശ്വാസികളോട് പറയുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അതുപോലെയാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചത്. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ. അതുപോലെ വീണ്ടും വായിക്കുന്നുണ്ട്, അവിടെ തന്നെ വായിക്കുന്നുണ്ട്, ഒരു പിതാവ് എത്രത്തോളം തൻ്റെ കുഞ്ഞിനെ, പ്രൈസ് ദി ലോർഡ്, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. 1 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് 7-ാമത്തെ വാക്യം. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോറ്റും പോലെ. ശ്രദ്ധിച്ച്, ആ വാക്കുകൾ ശ്രദ്ധിച്ച്. ഇത് സാധാരണமான ഒരു കാര്യമാണോ? ഒരുവൻ്റെ ഹൃദയത്തിൽ യേശു ഉരുവാകുക എന്ന് പറഞ്ഞാൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പോറ്റുന്നത് പോലെ. അതേ അധ്യായത്തിൽ വേണ്ട ഇന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 12-ാം വാക്യത്തിൽ, നിങ്ങളിൽ ഓരോരുത്തരെയും അപ്പൻ മക്കൾ എന്ന പോലെ പ്രബോധിപ്പിച്ചുകൊണ്ട്, അപ്പൻ മക്കൾ എന്ന പോലെ പ്രബോധിപ്പിച്ചുകൊണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, ഒരു അമ്മയുടെ ഹൃദയവും ഒരപ്പൻ്റെ ഹൃദയത്തെ പോലെയും പൗലോസ് തൻ്റെ ജോലി തുടർന്നു. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ക്രിസ്തു അവരിൽ ഉരുവാകണം, അവർ ക്രിസ്തുവിൽ ജീവിക്കണം. അതിനുവേണ്ടി ഒരു അമ്മയുടെ ഹൃദയം, ഒരു പിതാവിൻ്റെ ഹൃദയം, സ്തോത്രം, അങ്ങനെയായി തീരട്ടെ. ഓരോ ദൈവദാസന്മാരും, ഓരോ സുവിശേഷകരും ഈ അമ്മയുടെ ഹൃദയം, ഈ പിതാവിൻ്റെ ഹൃദയമുള്ളവരായി മാറട്ടെ. ഒരു വേദനയുടെ അനുഭവത്തിലേക്ക് വരട്ടെ. എങ്ങനെയെങ്കിലും മറ്റുള്ളവരിൽ ക്രിസ്തു ഉരുവാകണമെന്നുള്ള
ആ വാഞ്ച, താല്പര്യം, ആഗ്രഹം നമ്മിൽ ഉരുവാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മിൽ ഉരുവാകുമ്പോൾ മറ്റുള്ളവരിലേക്കും ഉരുവാക്കുവാൻ, ക്രിസ്തുവിനെ അവരിൽ ഉരുവാക്കുവാൻ, അതിനുവേണ്ടി വേദനപ്പെടുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അനേകർ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് കടന്നു വരും. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കും. യേശുവിന് വേണ്ടി ചെയ്യുവാനായിട്ടിടയായി തീരും. പ്രാർത്ഥിക്കാം. ഈ വാക്യം, ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ വേണ്ടി അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച, കഷ്ടപ്പെട്ട, വേദനപ്പെട്ട അനേകരുണ്ട്. അതുകൊണ്ട് സ്തോത്രം. ഒരിക്കലും യേശുവിനെ വിട്ടുകൊടുക്കാതെ, യേശുവിനെ തള്ളിക്കളയാതെ, യേശുവിൻ്റെ സുവിശേഷത്തെ, യേശുവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയ വേദനയെ ഇവിടെ ഞങ്ങൾ കണ്ടുവല്ലോ കർത്താവേ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോൾ ഞാൻ പിന്നെയും പ്രസവ വേദന അനുഭവിക്കുന്നു. അനേകരെ ക്രിസ്തു അനേകരിൽ ഉരുവാകുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവർക്ക് വേണ്ടി വേദനപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് നീ കൃപ ചെയ്യുമാറാകണം. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ യേശു ക്രിസ്തു ഉരുവായിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തു കടന്നു വന്നിട്ടില്ലെങ്കിൽ, യേശു ക്രിസ്തു ഫോമായിട്ടില്ലെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി വേദനപ്പെടുന്നു, അവർക്ക് വേണ്ടി കർത്താവെ പ്രൈസ് ദി ലോർഡ് അങ്ങയുടെ പാദപ്പെടുത്തിൽ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, യേശുവെ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, അങ്ങ് ഉരുവാകണമേ. കർത്താവെ, ഗലാത്യ സഭകളോട് പൗലോസ് പറഞ്ഞതുപോലെ പ്രൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിന്നെയും വേദനപ്പെടുകയാണ്. ഈ വചനം പറഞ്ഞ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ